ഒരിക്കലും ഞാൻ ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുക അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞു വേറെ ആൾ എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ പിന്നെ കല്യാണം കഴിച്ചു, പിന്നെ പോയി അമേരിക്കയിലായിരുന്നു, പിന്നെ കഴിഞ്ഞു ബാംഗ്ലൂരായി, പിന്നെ പിള്ളേർ വന്നതിന് ശേഷം അവരുടെ കൂടായി. സോ ഐ വാസ് ലൈക്ക് ലിറ്ററലി ഒരു ടിപ്പിക്കൽ അമ്മ. അവരെ പോയി പിക്ക് ചെയ്യുക, വരിക, പിന്നെ PTA അറ്റൻഡ് ചെയ്യുക, അവരുടെ സ്കൂളിങ്സ്. സോ ഒരിക്കലും ആ സമയത്ത് ഞാൻ എനിക്കിപ്പോൾ അത് പടം കിട്ടിയിരുന്നെങ്കിൽ ചിന്തിച്ചില്ല. ഓഫേഴ്സ് വന്നു, ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല സർ ഞാനിപ്പോൾ അഭിനയിക്കുന്നില്ല, അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വീണ്ടും എൻ്റെ ലൈഫിനെ ഞാൻ പറഞ്ഞില്ലേ, എന്തുണ്ടെങ്കിലും ആ സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് എവിടെ ഉണ്ടെങ്കിലും എന്നെ തപ്പി പിടിച്ചാണ് മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ എനിക്ക് കിട്ടിയത് ചാൻസ്. അപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതായത് നമുക്കുള്ളതാണെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും അത് നമ്മുടെ അടുത്ത് തന്നെ വരും എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ പടമൊക്കെ എൻ്റെ കയ്യിൽ വന്നത്. സോ ഡെസ്റ്റൈൻഡ്, നമ്മൾ ഡെസ്റ്റിൻഡ് ആണ് ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്ന്. സോ ആ രീതിയിൽ ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ശാന്തികൃഷ്ണൻ ആസ് എ പേഴ്സൺ സ്വയം എത്രത്തോളം ഇഷ്ടമുണ്ട്, ആൻഡ് ഈ സെൽഫ് ലവിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു? ഐ റിയലി തിങ്ക് സെൽഫ് ലവ് വേണം നമുക്ക്. നമ്മളെ തന്നെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വി വിൽ ഫീൽ ദോസ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് മീ. അതേ സമയത്ത് ഐ ആം ലവബിൾ, ഐ നോ ഐ ആം ഗുഡ്, ഐ നോ പീപ്പിൾ വിൽ ലൈക്ക് മീ എന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഐ എം ഷുവർ യു വിൽ ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. അപ്പം നമ്മൾ ആ കോൺഫിഡൻസ് പ്രൊജക്റ്റ് ചെയ്യും നമ്മൾ ഒരാൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും. അപ്പം നാച്ചുറലി ഓട്ടോമാറ്റിക്കലി അവരിൽ നിന്നും നമുക്ക് ഒരു പോസിറ്റീവ് വൈബ്രേഷനേ വരികയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ മുഖം മുറിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ അവരുടെ അടുത്താണോ നിങ്ങൾ ആദ്യമേ അപ്രോച്ച് ചെയ്ത് സംസാരിക്കുക? ഇല്ലല്ലോ. യു വിൽ ഫീൽ ലൈക്ക് ഷീ ഫീൽസ്, അല്ലെങ്കിൽ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാരെ നമുക്ക് എന്തോ ഒരു വൈബ് ശരിയല്ല എന്നൊരു ഫീലിംഗിൽ നമ്മൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് പോകും. സോ അത് വരാതിരിക്കണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിലേ നമ്മുടെ ഔട്ട്സൈഡിൽ ഓറ ഓൾസോ വിൽ ബിക്കം പോസിറ്റീവ്. അപ്പോൾ അവരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ തോന്നും, നമ്മൾ അവരായിട്ട് സംസാരിക്കാൻ തോന്നും. സോ ഐ ബിലീവ് ഇൻ സെൽഫ് ലവ്. നമുക്ക് നമ്മളിൽ നിന്ന് ഒരു കോൺഫിഡൻസ് വേണം. എന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസ് അല്ല, നമുക്ക് യു ഫീൽ ദാറ്റ് ഓക്കെ എനിക്ക് ഐ നോ ഐ ആം ഓണസ്റ്റ്, ഐ നോ ഐ എം ഗുഡ്, ഐ നോ ഐ ക്യാൻ ഡു ദിസ്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ അവർക്ക് നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കാൻ തോന്നണം. അല്ലെങ്കിൽ അവർ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഇവർ വന്നോ എന്ന് ആവരുത്. അത് ഞാൻ വളരെയധികം ഐ ട്രൈ മൈ ബെസ്റ്റ് ടു അവോയ്ഡ് ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഞാൻ സ്വയം എപ്പോഴും ഐ ഫീൽ കണ്ണാടി നോക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ പറയും, ചില സമയത്ത് ദേഷ്യമാണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ പറയും. എന്താ കണ്ണാടി നോക്കി പറയുന്നത്? അത് പേഴ്സണലാണ്. അത് എന്റെ സെൽഫ് ലവിന്റെ പേഴ്സണൽ തിങ്. ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞു, ബാക്കിയൊന്നും പറഞ്ഞു. ഒരു സെന്റൻസ് പറഞ്ഞു, യു ആർ ലുക്കിംഗ് ഗുഡ് ശാന്തി. യു ആർ റിയലി ലുക്കിംഗ് ഗുഡ് ശാന്തി. താങ്ക് യു. യു ബിലീവ് ഇൻ കർമ്മ? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് പോസിറ്റിവിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടും. ഐ ബിലീവ് ഇൻ ദാറ്റ്. കാരണം നമ്മൾ ഐ ബിലീവ് ഇൻ യൂണിവേഴ്സ്, ഐ ബിലീവ് ഇൻ നേച്ചർ. ഞാൻ അല്ലാതെ ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പോലെ പണ്ട് വളരെയധികം സൂപ്പർസ്റ്റിഷ്യസ് ആയിരുന്നു. ഓരോന്നിനും പരിഹാരം, ഓരോന്നിനും ഇത് ചെയ്ത് അമ്പലത്തിൽ പോവാ, അങ്ങനെ ഭ്രാന്ത് പോലെയായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ലൈഫിൻ്റെ പല പല സിറ്റുവേഷൻസ് കാണുമ്പോൾ ഐ വാസ് ലൈക്ക് ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. നമുക്ക് അങ്ങനെ ഡിഫറൻസ് അല്ല, നമ്മളെ മാറ്റണം. ഒരു എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തോന്നണം മാറ്റാൻ. അല്ലെങ്കിൽ വേറെ ഒരാൾക്കും വന്ന് മാറ്റാനൊന്നും പറ്റൂല. ഈവൻ ഇഫ് ദേ ടെൽ യു വാട്ട്, നമുക്ക് കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ തോന്നണ്ടേ ചെയ്യാൻ. നിങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരാളെ കൊണ്ട്. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഐ ഫീൽ എന്താണ് കർമ്മ എന്ന് അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. പക്ഷെ നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യരുത്, നമ്മൾ നല്ലതേ ചെയ്യാവൂ. ആൻഡ് ആ രീതിയിൽ ഞാൻ ചിന്തിക്കും. കാരണം സൂപ്പർസ്റ്റിഷ്യൻസ് കുറവാണ് ഇപ്പോൾ, പണ്ടത്തെ പോലെ അത്രയും ഇല്ല. ഭക്തിക്ക് കുറവൊന്നും. ഭക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പണ്ടത്തെ പോലെ എല്ലാ കാണുന്ന അമ്പലങ്ങളെല്ലാം അങ്ങനെ കയറി പോവില്ല. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റിവേഴ്സ് അല്ല, ശരിക്കും വയസ്സാകുമ്പോൾ കൂടുതലേ ചെയ്യാം അല്ലേ? വയസ്സാർക്കായി നിനക്ക് സോറി ശരിക്കും അതും ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ? അല്ല മനസ്സുകൊണ്ട് 16 ഉള്ളൂ. 16 ഉള്ളൂ. ഇപ്പോഴും ഐ എം വെരി യങ് തന്നെയാണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും. ബിക്കോസ് ഐ ലൈക്ക് ടു ബി ഹാപ്പി. എനിക്ക് കൊച്ചു പിള്ളേരായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവർ കൂടെ ഇരുന്നാൽ അവരുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ അവർ സംസാരിക്കാനും. അവർ എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും മാഗ്നറ്റ് പോലെ എൻ്റെ അടുത്ത് വന്നോളും.
ഏത് കൊച്ചു പിള്ളേരാണെങ്കിലും ആദ്യമൊക്കെ ഇങ്ങനെ കാണിച്ച് വാന്നൊക്കെ വിളിച്ച് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ സോപ്പടിച്ച് അവർ വരും എൻ്റെ അടുത്ത്. ഇന്നലെ പോലും ഞാനൊരു അമ്പലത്തിൽ പോയി, അവിടെ നാമജപമായിരുന്നു. ആ കൊച്ചു കുറച്ച് അകലേ നിന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ പറഞ്ഞു മോള് വാ പറഞ്ഞ് ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു, പിന്നെ നോക്കുമ്പോൾ മടിയിൽ വന്ന് കയറിയിരുന്നു. അതുപോലെയാണ്, മാഗ്നറ്റ് പോലെയാണ് ഞാൻ പിള്ളേരുമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരായിട്ട് കളിക്കാനും സംസാരിക്കാനും ഒക്കെ. അവരുടെ ഇന്നസെൻസും. കാരണം അതുകൊണ്ടായിരിക്കാം ഇവൻ എൻ്റെ മൈൻഡും യങ് ആണ്. എനിക്കും അവർ ഭയങ്കര അതുപോലത്തെയാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ പ്രായമുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, അവരായിട്ടും എനിക്ക് ഇഷ്ടമാണ്. അവർ അവരുടെ സ്റ്റോറീസ്, എക്സ്പീരിയൻസസ് അങ്ങനെയൊക്കെ കേൾക്കാനും ഒക്കെ. പക്ഷേ എനിക്ക് അവരാരും ഹേർട്ട് ചെയ്യുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം കയറും ആരെങ്കിലും അങ്ങനെ വയസ്സായ ആൾക്കാര് എന്തെങ്കിലും ഒരു ചീപ്പായിട്ട് പറയുകയോ അല്ലെങ്കിൽ അവർ ചിരിക്കുന്നു അവരെ അങ്ങനെയൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ കേട്ട് ഞാൻ ചിലപ്പോൾ പോയി ചോദിക്കുകയും ചെയ്യും അവരുടെ അടുത്ത്. എനിക്ക് അത്രയ്ക്ക് ചിലപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. എല്ലാവരും വയസ്സായും പോകുമ്പോൾ ഹൗ വി നോ നമ്മൾ എന്ത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നെവർ ഡു ദാറ്റ്, യുനോ. അത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ രീതിയിലൊക്കെ ഐ എം വെരി വെരി പറയും. ഞാൻ പണ്ടത്തെ പോലെയല്ല, ഞാനിപ്പോൾ ഒരുപാട് റിയാക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ കുറെ കൺട്രോൾ ചെയ്യണം. ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യായിരുന്നോ പണ്ട്? അതിപ്പോ കുറച്ച് പണ്ടൊക്കെ ദേഷ്യമല്ല കരച്ചിലായിരുന്നു കൂടുതലും. ദേഷ്യം വന്നാലും കരയും, കാരണം എനിക്കൊന്ന് ഹെൽപ്ലെസ് ആയി പോകുന്നവർ കരയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടന്മാർക്ക് ദേഷ്യം വരും, കാരണം അമ്മ അവരെയാണ് ചീത്ത വിളിക്കുന്നത്. അവൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ കരയുമ്പോൾ അവരെയാണല്ലോ ചീത്ത വിളിക്കുക. സോ അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഐ തിങ്ക് നൗ ആസ് യു ഏജ് ഈ നമുക്ക് കോൺഫിഡൻസും ഞാൻ പറഞ്ഞത് എപ്പോഴും എക്സ്പീരിയൻസ് കാര്യം ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ലൈഫിൻ്റെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ് മൈൻഡിലും ആ ട്രേറ്റ്സോ എന്തെങ്കിലും പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവും 100%. സോ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ലൊക്കേഷനിൽ മീര ജാസ്മിനായിട്ട് ഞാൻ മറ്റേ പാലും പഴവും അഭിനയിക്കുമ്പോൾ, ചാക്കോച്ചനായിട്ട് കുട്ടനാട് മാർപ്പാപ്പിൽ അഭിനയിക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് തന്നെ അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും എന്നെ കാണുന്നതും എല്ലാം. എനിക്കറിയാം ചാക്കോച്ചനൊക്കെ ഫസ്റ്റ് തന്നെ നമസ്കാരം മാഡം, ഹലോ ഹാനി, ആ സ്റ്റൈലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ശ്രീജിത്തുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതാണോ നമ്മുടെ ശാന്തി കൃഷ്ണ മാഡം എന്ന് പറയുന്നത്, അതുകൊണ്ട് കാരണം അവർ ഐ എം ലൈക്ക് ലിറ്ററലി ലൈക്ക് ലാഫിങ് ഇത്. അപ്പോൾ തൊട്ട് അവരും നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാം ദേ ആർ ഓൾസോ വെരി ലൈക്ക് ചൈൽഡിഷ് ആ രീതിയിലാണ്. ഇന്നും ചാക്കോച്ചൻ എന്നെ കാണുമ്പോഴും വന്നിട്ട് എൻ്റെ മേരി എൻ്റെ സോറ്റിമാ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതുപോലെ ഞാൻ നമ്മുടെ മീരയെ കണ്ടപ്പോഴും സെയിം തിങ് ആയിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല മാം ഇത്രയും ജോവിയലാണ്, ഇത്രയും ടൈം പാസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ ചിരിപ്പിക്കും എല്ലാവരും സെറ്റിൽ. അപ്പോൾ പറയും ഇതുപോലെ ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. പണ്ടത്തെ ശാന്തികൃഷ്ണ മാമിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഇങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്ത് വളരെ ഇങ്ങനെ ക്വയറ്റായിട്ട്. പണ്ട് ഞാൻ പറഞ്ഞു പണ്ട് അങ്ങനെ ആയിരുന്നു, അത് ഭാഷ അറിയാത്തതുകൊണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ബേസിക്കലി ലൈക്ക് ടു ടോക്ക്. ഹൗ വാസ് യുവർ മദർഹുഡ്? അമ്മയായി 2 കുട്ടികൾ. ദാറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ് ആണ്. കാരണം മോന് ബാംഗ്ലൂരാണ് ജനിച്ചത്, മോള് US-ലാണ് ജനിച്ചത്. അപ്പോൾ ഇറ്റ് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് രണ്ടുപേരും. പക്ഷെ പിന്നെ ബാംഗ്ലൂരിലായിരുന്നു കൂടുതൽ പഠിച്ചതും. പിന്നെ ഇൻ ബിറ്റ്വീൻ വീണ്ടും US-ൽ പോയി, അവിടെ അവർ കുറച്ച് പഠിച്ചു. പിന്നെ വീണ്ടും ബാംഗ്ലൂർ വന്നു, പിന്നെ അവിടെ പഠിച്ചു. ഇപ്പോൾ വീണ്ടും ദേ ഹാവ് ഗോൺ ടു ദ US. സോ ബേസിക്കലി അവർ ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് അവരായിട്ട് ഐ നോ ഹൗ മൈ റിലേഷൻഷിപ്പ് ഇസ് അവരായിട്ട്. അപ്പോൾ അതുകൊണ്ട് മദർഹുഡ് ഐ വാസ് എൻജോയിങ്. കാരണം ഓരോന്നിനും അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഓരോന്ന് ചിന്തിച്ച് ഓരോന്ന് ആലോചിച്ച് ഞാൻ ചെയ്യുമായിരുന്നു അവർക്കെല്ലാം. സോ ആസ് എ മദർ, ഏത് മദറും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും ചെയ്തതെന്ന് പറയാം. ബട്ട് കുറച്ച് ഓവർലി ഇൻവോൾവ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു അവരുടെ പ്രോജക്ട്സ് കാണാനും അവരുടെയൊക്കെ സ്കൂളിൻ്റെ ഓരോരോ എന്താ ചെയ്യുന്നതെന്ന് അറിയാനും. ചുമ്മാ ചാർട്ട് വർക്കൊക്കെ ഉണ്ടെങ്കിലും തന്നെ പ്രോജക്റ്റ് വർക്കൊക്കെ ഉണ്ടെങ്കിലും ഐ ഓൾസോ വോണ്ട് ടു ഗെറ്റ് ഇൻവോൾവ് എന്നൊരു ഫീലിംഗ് ആണ്. എനിക്കും ഒരു എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ഓർമ്മ. സോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്നും എനിക്കിഷ്ടമാണ്.